ഷിനോജിലേക്ക് വീണ്ടും പോകാം. ഷിനോജ് നിൽക്കുന്ന സ്ഥലത്ത് 5 ബൂത്തുകളാണ് ഉള്ളത് എന്നാണ് ഷിനോജ് നേരത്തെ പറഞ്ഞത്. രാവിലെ തന്നെ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ജോലിക്ക് പോകാനുള്ള ആളുകളുണ്ട്, മാത്രമല്ല പതിവായി രാവിലെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, വെയിലുറയ്ക്ക് മുമ്പ് വോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആ വോട്ടർമാരുമായി കൂടുതൽ സംസാരിക്കുമ്പോൾ ചേലക്കര വലിയ ശ്രദ്ധയിലേക്ക്, ഈ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ ശ്രദ്ധയിലേക്കും ചർച്ചയിലേക്കും വന്നു. അവരുടെ നാടിൻ്റെ ഭംഗിയൊക്കെ കൂടുതൽ എല്ലാവരിലേക്കും എത്തുകയും ഒക്കെ ചെയ്തു. അവർക്കും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകമായ ആവേശമുണ്ടോ? തീർച്ചയായും രതീഷ്, ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഇവിടെ എത്തുന്ന ഓരോ വോട്ടർക്കുമുണ്ട്. കാരണം അവരുടെ നാട് കൂടുതലായി ശ്രദ്ധയിലേക്ക് എത്തുന്നു. ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ അവരുടെ നാട് ചേലക്കര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റേതായ ഒരു ആവേശം ഈ വോട്ടർമാരിലുണ്ട്. കാരണം സമയം ഇനിയുമുണ്ട്. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങാൻ സമയം ഇനിയുമുണ്ട്. ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. രാവിലെ എത്തിയല്ലേ? സാധാരണ എപ്പോഴും രാവിലെ എത്തും വോട്ട് ചെയ്യാൻ. എത്തും. എന്തോ പണിയെന്തോ? പണിയൊന്നുമില്ല, പണിക്കൊന്നും പോകാൻ പറ്റില്ല. പേരെന്തോ ചേട്ടൻ്റെ? നേരത്തെ പറഞ്ഞില്ലേ, മുണ്ടാൻ. വോട്ടിട്ട് രാവിലെ വോട്ടിട്ട് തിരക്ക് കുറവെന്ന് പറഞ്ഞിട്ടാണോ രാവിലെ വന്നേ? ഏകദേശം 30 എല്ലാവരും വരും. അങ്ങനെ വോട്ടുള്ള ദിവസങ്ങളിൽ രാവിലെ വന്ന് പുതിയ പോകും. സതീഷ്, എന്തായാലും ഇവരെപ്പോലുള്ളവരാണ് ഇന്നത്തെ താരങ്ങളെന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഇവരുടെ ഹീറോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ടർമാരാണ്. എന്തായാലും ചേട്ടൻ രാവിലെ എത്തിയതാണ്. രാവിലെ എത്തിയല്ലേ? കാലത്ത് നേരത്തെ വരും. എല്ലാ തവണ രാവിലെ രാവിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കാലത്ത് ചെയ്തിട്ട് പോയത്. രാവിലെ എത്തിയല്ലേട്ടാ? നേരത്തെ എത്തി. സാധാരണ എപ്പോഴും രാവിലെ എത്താറുണ്ട്? നേരത്തെ എത്തും. ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കിട്ടാറുണ്ട്. നേരത്തെ തവണ ആദ്യം എത്തി. അതെ, എത്തിയിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് നിങ്ങളുടെ നാടൊക്കെ അങ്ങനെ കൂടുതൽ അറിയപ്പെട്ടു. ചേലക്കര നിങ്ങളുടെ നാട്ടിലെ ഈ ഗ്രാമ ഭംഗിയൊക്കെ അങ്ങ് നാട്ടുകാർ ലോകം ഫുള്ളും അറിഞ്ഞു. എല്ലാവർക്കും അതെ. ഓക്കെ. എന്തായാലും ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ രതി സൂചിപ്പിച്ച പോലെ 5 ബൂത്താണ് ഈ സ്കൂളിലുള്ളത്, ഈ തൊണ്ണൂർക്കര UP സ്കൂളിൽ. കുറച്ച് സ്ത്രീ വോട്ടർമാരൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യങ്ങൾ കാണാം. രാവിലെ എത്തിയല്ലേ? അമ്മ രാവിലെ എത്തി. ആദ്യം വോട്ടിടാൻ വേണ്ടി. രാവിലെ ആകുമ്പോൾ തിരക്ക് കുറങ്ങനെ അങ്ങനെ എത്തിയണോ? രാവിലെ ആകുമ്പോൾ തിരക്ക് കുറവായിരിക്കുമെന്ന് കരുതി അതാ ഞങ്ങൾ ഫംഗ്ഷൻ ഉണ്ടേ, അത് കാരണം നേരത്തെ വന്നതാ. അപ്പൊ തിരക്കുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട്. തിരക്കുണ്ട്. രാവിലെ എത്തില്ല? അതെ, നേരത്തെ തന്നെ വന്നു. കുറച്ച് കഴിഞ്ഞ് തിരക്ക് വരുമല്ലോ, അതിന് മുന്നേ വന്ന് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ വോട്ട് നമ്മൾ ചെയ്ത് പോവാ. സ്കൂളിലെ ടീച്ചറാണോ? അതെ. വേറെ പ്രത്യേകിച്ച് നിങ്ങളുടെ നാടൊക്കെ അങ്ങ് ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്, നിങ്ങളുടെ പുറത്തുള്ള ബന്ധുക്കളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ചാനൽ TV ഫുള്ള് ചേലക്കരയുടെ ചേലെന്നൊക്കെ പറയും. ആവേശത്തിലാണ് എല്ലാവരും, വളരെ ആവേശത്തിലാണ്. പോളിംഗ് കൂടുതലായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭ സാധാരണ തെരഞ്ഞെടുപ്പിലെ ആളുകൾ വരുന്നതിനേക്കാൾ ഈ ഉപതെരഞ്ഞെടുപ്പായിട്ട് കൂടുതൽ ശ്രദ്ധയൊക്കെ ആളുകൾ വോട്ടിംഗ് ശതമാനം കൂടുതലല്ലേ? കൂടാൻ സാധ്യതയുണ്ട്, വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. ഈ ബന്ധുക്കളൊക്കെ പുറത്തുള്ള ആളുകൾക്ക് വരുന്നുണ്ടോ അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി? ഉണ്ട്, വരുന്നുണ്ട്. പക്ഷേ എന്തായാലും അത് തന്നെയാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ മണ്ഡലത്തിൽ കിട്ടിയ ശ്രദ്ധയൊക്കെ കാരണം പോളിംഗ് ശതമാനം ഉയരും. അതിനുവേണ്ടി പോളിംഗ് പരമാവധി അവസാനം ഓരോ വോട്ടും തങ്ങളുടെ പെട്ടികയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി 3 മുന്നണികളും കിടഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും കാരണം അവരുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് പോളിംഗ് കുറഞ്ഞു പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന ഇടത്താണ് ചേലക്കരയിൽ വലിയ പ്രചാരണമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടെ പോളിംഗ് കൂടും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് വരുന്നത്. ആ ദൃശ്യങ്ങൾ, വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ 2 മണ്ഡലത്തിൽ നിന്നും, വയനാട്ടിൽ നിന്നും ചേലക്കരയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർ കാത്തു നിൽക്കുകയാണ്. 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് വേണ്ടി. 6:47 ഇപ്പോൾ സമയം. അടുത്ത 10 മിനിറ്റ്, ആ 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വോട്ടെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. വോട്ട് രേഖപ്പെടുത്താനായി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരവധി പേരെ ഇപ്പോൾ തന്നെ വരിയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു.